ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും, അല്ലാഹു തആല ഖുർആനിലൂടെ പറയാണ് ലഖദ് ജാഅക്കും. നമുക്കറിയാം ജാഅ എന്നുള്ള ഗ്രാമർ സംബന്ധമായ വിവരം അല്പമുള്ളവർക്കറിയാം. ജാഅ എന്ന് പറയുന്ന മാദിയായ ഫീലിന്റെ മുമ്പ് ഖദ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എന്ന അർത്ഥമുണ്ട്. ഇവിടെ അല്ലാഹു തആല ജാഅ എന്ന് പറയുന്ന ഫീലിന്റെ മുമ്പ് രണ്ട് കാര്യങ്ങളെ കൊണ്ട്, രണ്ട് ഖദ് കൊണ്ടും ലാം കൊണ്ടും തൗക്കീദാക്കിക്കൊണ്ടാ പറഞ്ഞത് ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളുടെ സ്വവർഗത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം ഹബീബായിരിക്കുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ നാട്ടിലെ ഖുറൈശികളും പ്രമാണികളും പറയാൻ തുടങ്ങുകയാണ്, യതീമായിരിക്കുന്ന മുഹമ്മദിനെ ഒരിക്കലും അല്ലാഹു തആല പ്രവാചകനായി അയക്കുകയില്ല. കാരണം വലിയ തറവാട്ടുകാരായ ഉന്നതന്മാരായ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ ഒരു പാവപ്പെട്ട യതീമായിരിക്കുന്ന മുഹമ്മദിനെ ഒരിക്കലും പ്രവാചകനായി അയക്കുകയില്ല. ഞങ്ങളിലേക്ക് ഞങ്ങളുടെ നേതൃത്വം വഹിക്കാൻ വേണ്ടി, ഞങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ അയക്കുകയാണെങ്കിൽ അതൊരു മലക്കിനെ തന്നെ അയക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യമെങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞു ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളെ സ്വവർഗത്തിൽ നിന്നാണ് നാം പ്രവാചകനെ അയച്ചിട്ടുള്ളത്. കാരണം ഒരു മലക്കിനെ മനുഷ്യനിലേക്ക് പ്രവാചകനാക്കി അയച്ചാൽ മനുഷ്യന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അവർക്കറിയില്ല. വിശപ്പിന്റെയും ദാഹത്തിന്റെയും മനുഷ്യന്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ മലക്കിന് കഴിയുകയില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലേക്കെല്ലാം ഈ വിഷയങ്ങളെല്ലാം ശരിക്ക് ബോധമുള്ള മനുഷ്യവർഗത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനെയാണ് നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. ആ പ്രവാചകന്റെ വിശേഷണമാണ് ഖുർആൻ പിന്നീട് ഉണർത്തുന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നത്, വിഷമിക്കുന്നത് ആ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം ഹരീസുൻ അലൈക്കും, നിങ്ങൾ മാനസികമായി, ശാരീരികമായി, വൈജ്ഞാനികമായി എന്ത് പുരോഗതിയാണോ നിങ്ങൾക്കുണ്ടാകുന്നത് അതിൽ വല്ലാതെ സന്തോഷിക്കുന്ന ആളാണ്. നമ്മൾ മാനസികമായി, ശാരീരികമായി നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം നമുക്ക് എന്ത് പുരോഗതി വന്നാലും അതിൽ നന്നായി സന്തോഷിക്കുന്ന, അതിൽ താല്പര്യം കാണിക്കുന്ന പ്രവാചകനാണ്. വബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വല്ലാതെ കരുണ കാണിക്കുന്ന ആളാണ്. മുഅ്മിനീങ്ങളോട് നന്നായി കരുണ കാണിക്കുന്ന ആളാണ് ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹ്. ഈ മുഅ്മിനീങ്ങളോട് കരുണ കാണിക്കുന്ന വിഷയത്തിൽ ജീവിച്ചിരിക്കുന്നവരെന്നോ മരണപ്പെട്ടവരെന്നോ അല്ലാഹുവിന്റെ റസൂല് വ്യത്യാസം കാണിക്കാറില്ല. മരണപ്പെട്ടവരോടും അല്ലാഹുവിന്റെ റസൂല് കരുണ കാണിക്കും. നിങ്ങൾ നോക്കിക്കോ, ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളെ കൊണ്ട് മരണപ്പെട്ടതിന് ശേഷവും റഹ്മത്ത്, കാരുണ്യം ലഭിച്ചതിന് ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ശ്മശാനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഖബറിന്റെ ഉള്ളിൽ അതിശക്തമായി ശിക്ഷിക്കപ്പെടുന്ന രംഗം അല്ലാഹുവിന്റെ റസൂല് കണ്ടപ്പോൾ, ശ്മശാനത്തിലൂടെ പോകുമ്പോ രണ്ട് ഖബറാളികൾ അതിശക്തമായി ശിക്ഷിക്കപ്പെടുന്ന രംഗം ഭൂമിയുടെ പുറത്തു നിന്ന് അല്ലാഹുവിന്റെ റസൂല് കണ്ടപ്പോൾ എനിക്ക് അത്രയൊക്കെ മതി. ഇപ്പോ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലെയുള്ള നിരീശ്വരവാദികള് വാദിക്കുന്നുണ്ട്, എനിക്ക് എന്റെ ഉമ്മയോടും ഉപ്പയോടും ഒന്നും ഒരു കടപ്പാടുമില്ല. കാരണം അവർ ശാരീരികമായി അവരെ വികാരം തീർത്തപ്പോൾ ഞാൻ ജനിച്ചു എന്നത് കഴിഞ്ഞാൽ എനിക്ക് അവരോട് വലിയ കടപ്പാടൊന്നുമില്ല. ഇതൊരിക്കലും ഒരു മുസൽമാന് യോജിച്ചതല്ല. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖബറിന്റെ ഉള്ളിൽ അതിശക്തമായി ശിക്ഷിക്കപ്പെടുന്ന രംഗം കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് അവർക്ക്
അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥന നടത്തി അവരുടെ ശിക്ഷ പൂർണ്ണമായി ഒഴിവായി എന്ന് ഉറപ്പുവരുത്തിയതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂല് നടന്നു നീങ്ങുമ്പോ ചിന്തിക്കുകയാണ്, ഞാൻ ഇവിടെ നിന്ന് നടന്നു നീങ്ങിയാലും ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ടാലും ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം നിന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പച്ച ഈത്തപ്പന മടല് നടുക പിളർത്തിക്കൊണ്ട് ഖബറിന്റെ മുകളിൽ കുത്തിക്കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ മടൽ പച്ചയായിരിക്കുന്ന കാലത്തോളം ഈ ഖബറാളികൾക്ക് വേണ്ടി പൊറുക്കല്ല തേടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മതത്തില് സുബ്ഹാനല്ലാഹ് പച്ചമട്ടലിന്റെ പൊറുക്കല്ലത്തോടല് തസ്ബീഹ് ഖബറാളിക്ക് ഉപകരിക്കുമെന്ന് പഠിപ്പിച്ചപ്പോൾ സ്വന്തം മക്കള് അതുപോലെ തന്നെ മരുമക്കള് അമ്മോശന് വേണ്ടി അല്ലെങ്കിൽ ബാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതിയാല് പ്രാർത്ഥിയും നമ്മളോട് കരുണ കാണിക്കുന്ന ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹിനെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. വല്ലാതെ കരുണ കാണിക്കുന്ന റസൂലുള്ളാഹിനെ തിരിച്ചു സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതിനെന്ത് വേണം? അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കണം, പൂർണ്ണമായി പഠിക്കണം. ചെറിയ രൂപത്തിൽ പഠിച്ചാ പോരാ, ബഹുമാനപ്പെട്ട എങ്ങനെയാണ് പഠിക്കേണ്ടത്, ബഹുമാനപ്പെട്ട അതൊന്ന് നിങ്ങളെ മനസ്സിലാകുന്നതിന് വേണ്ടി ചെറിയൊരു സംഭവത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും എന്ത് വിഷമങ്ങൾ നേരിട്ടാലും സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അബൂ യസീദ് ബിസ്താമിന്റെ സമീപത്ത് മുന്നിൽ ഒരു മറ്റൊരു മാർഗവുമില്ല. ആ ഇടയ്ക്ക് ആ നാട്ടില് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. മഴ കിട്ടാതെ ജനങ്ങളെല്ലാവരും വിഷമിച്ചു പോയി. മഴയില്ല, വെള്ളമില്ല, അവരുടെ മൃഗങ്ങള് വെള്ളമില്ലാതെ ചത്തൊടുങ്ങുകയാണ്. ചെറിയ കുട്ടികള് വെള്ളം കുടിക്കാനില്ലാതെ മുല കുടിക്കാനില്ലാതെ അവർ വിഷമിക്കുകയാണ്. അവരെ കൃഷിയിടങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. വളരെ പ്രയാസപ്പെട്ടപ്പോ അവരെല്ലാവരും കൂടി പ്രാർത്ഥന നടത്തി. മഴയില്ലാഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മഴയ്ക്ക് നമ്മൾ ആദ്യമായി സ്വന്തമായി പ്രാർത്ഥന നടത്തണം, കൂട്ടമായി പ്രാർത്ഥിക്കണം. അതിനും ഫലം കണ്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ഖുതുബകളിൽ പ്രാർത്ഥന നടത്തും. അതിനും ഫലം കണ്ടിട്ടില്ലെങ്കിൽ മഴയത്തോടുന്ന നിസ്കാരം നടത്തും. 3 ദിവസം നോമ്പനുഷ്ഠിച്ച് ജനങ്ങളെല്ലാം തൗബ ചെയ്ത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥന നടത്തും. അബൂ യസീദ് ബിസ്താമിന്റെ നാട്ടുകാര് ഇത് 3 പറ്റി നോക്കി. ഇത് 3 കാര്യങ്ങളും അവർ ചെയ്തു നോക്കി. പക്ഷേ കരിഞ്ഞില്ല, മഴ അവർക്ക് ലഭിച്ചില്ല. അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇനി എന്ത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു യാചകന്റെ രൂപത്തിൽ ഒരാൾ ആ സദസ്സിലേക്ക് കടന്നു വരുന്നു. കണ്ടാൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി, അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങള് വളരെ മുഷിപ്പുളവാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങള്. അങ്ങനെ വന്നുകൊണ്ട് അയാളെ കണ്ടപ്പോ തന്നെ എന്തോ ഒരു പിരിവിന് വരാൻ തോന്നിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവര് ആ മനുഷ്യൻ ഈ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങൾ എന്താ അത്ര പ്രയാസപ്പെട്ട് നിൽക്കുന്നു? അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വിഷമങ്ങളൊന്നുമില്ല. വിഷമങ്ങളുണ്ട്, അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. നിന്നെ ഒന്നും സഹായിക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് കഴിയൂല. അയാള് നേരത്തെ ചോദിച്ചതിനേക്കാളും ശക്തമായി ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രയാസം എന്താ? അയാളെ കണ്ടാൽ തന്നെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് കണ്ണുണ്ട് എന്നറിയണമെങ്കിൽ ടോർച്ചടിച്ച് നോക്കണം. ഇത്രയും വളരെ പാവപ്പെട്ട ഒരു മുഷിഞ്ഞ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അയാളോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്റെ കാര്യം നോക്കുന്ന പണിയല്ല, ഞങ്ങൾ തന്നെ വളരെ പ്രയാസത്തിലാണ്. അയാള് 3ാമത് ചോദിച്ചു, നിങ്ങളെ ആവശ്യം കൊണ്ട് പറയുക. അപ്പം
അതിൽപ്പെട്ട കുറച്ച് ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വലിയൊരു വിഷമത്തിലാണ്, മഴയില്ലാതെ കിണറുകളൊക്കെ വറ്റിപ്പോയി, കൃഷികളെല്ലാം മുടങ്ങിപ്പോയി, ഞങ്ങള് പിഞ്ചു കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കാനില്ലാതെ മരിച്ചൊടുങ്ങുകയാണ്, മൃഗങ്ങൾ ചത്തുപോവുകയാണ്, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് കഴിയൂല, നിങ്ങൾ മറ്റു വല്ല സമയത്തും വന്നാ മതി എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളെ പ്രയാസം? അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അയാള് അദ്ദേഹത്തിന്റെ തല വാനിലേക്ക് ഉയർത്തിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന പഠിച്ചോനെ, അർഹമുറാഹിമായ റബ്ബേ, എന്റെ തലയിലുള്ള രണ്ടെണ്ണത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴവർഷിപ്പിക്കണമല്ലാ, എന്റെ തലയിലുള്ളതിന്റെ ബർക്കത്ത് കൊണ്ട് മഴവർഷിപ്പിക്കണം എന്ന് പറഞ്ഞ് വേറൊന്നും പറഞ്ഞിട്ട് ഫാത്തിഹ ഓതിയിട്ടില്ല, ദാനധർമ്മം നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതാണോ നിങ്ങൾ ആവശ്യം? അത് ഞാൻ ഏറ്റു. തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, എന്റെ തലയിലുള്ള രണ്ടെണ്ണത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴവർഷിപ്പിക്കണമല്ല. 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, അന്തരീക്ഷം മാറി, ശക്തമായിരിക്കുന്ന മഴ പെയ്തു. നല്ല മഴ പെയ്ത സമയത്ത് അവർക്ക് റാഹത്തായി, എല്ലാവരും വെള്ളം കുടിച്ച് സന്തോഷത്തിലാണ്. ഗുണം കിട്ടിയാ പിന്നെ കൂടുതൽ ആൾക്കാരൊന്നും എന്താക്കില്ല, അയിമ കൂടെ ഇല്ല. അത് കിട്ടിയാ പിന്നെ ഒരു നല്ല ചൂടുള്ള സമയത്ത് ഒരു മഴ പെയ്താല് അന്ന് സുബൈയൂടി നിൽക്കില്ല, നല്ല തണുപ്പുണ്ടായി. നീ അറിയാട്ട് ജനങ്ങളെ ഒരു സ്വഭാവം അതാണ്. എന്നാൽ ഈ ജനങ്ങളും മിക്കവാറും അങ്ങനെ തന്നെയാണ്. മഴ പെയ്തപ്പോ ഒരു വെള്ളം കുടിച്ചിട്ട് ഒരു പോയി കിടന്നുറങ്ങി. ചില ആൾക്കാർ ചിന്തിച്ച്, പടച്ചോനെ എന്താ അയാളെ തലയിലുള്ളത്? അവർ നോക്കിയിട്ടൊന്നും കാണാനില്ല. അവസാനം അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളെ തലയിലുള്ളത് എന്ന് ചോദിച്ചു. അപ്പയാണ് ബഹുമാനപ്പെട്ട അബൂ യദീദുൽ ബിസ്താമി തങ്ങൾ പറയുന്നത്, എന്റെ തലയില് അബൂ യദീദുൽ ബിസ്താമിനെ കണ്ടതായ 2 കണ്ണുണ്ട്. അബൂ യദീദുൽ ബിസ്താമിനെ കണ്ട 2 കണ്ണ് എന്റെ തലയിലുണ്ട്, അതിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇവര് ചോദിച്ചു, നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടുവെന്ന് ചോദിച്ചു. ഞാൻ 2 പ്രാവശ്യം കണ്ടുവെന്ന്. ജീവിതത്തിൽ 2 പ്രാവശ്യം അബൂ യദീദുൽ ബിസ്താമിനെ കണ്ട കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് മഴ ചോദിച്ചപ്പോ മഴ കിട്ടി. ഇവര് പറഞ്ഞു, ഞങ്ങൾ എത്രയോ പ്രാവശ്യം കണ്ടുവെന്ന്. കാരണം ഞങ്ങൾ പലരും ജനിച്ചത് തന്നെ മൂപ്പര പ്രാർത്ഥനന്റെ കാരണമായിട്ടാണ്. പലപ്പോഴും ഞാൻ കണ്ടുവെന്ന്. എന്റെ അമ്മ എന്നെ കൊണ്ടുപോയിട്ട് മടിയിലൊക്കെ കൊണ്ടുപോയിരുത്തിയിരുന്നു. അപ്പൊ ഇവിടെ കാണാത്ത പ്രശ്നമല്ലുള്ളത് പിന്നെന്താ? അപ്പം ബഹുമാനപ്പെട്ട ഈ സാധുവായിരിക്കുന്ന മനുഷ്യൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ യഥാർത്ഥ അബൂ യദീദുൽ ബിസ്താമിനെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട അബൂ യദീദുൽ ബിസ്താമിനെ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടത് കേവലം ഈ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോ അതിന് പരിഹാരം തേടി ചെല്ലാൻ പറ്റിയ ഒരു സാധാരണക്കാരനെ നിങ്ങൾ കണ്ടത്. ഔലിയാക്കളിൽപ്പെട്ട മഹാനായ ബിസ്താമിനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഏതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ അബൂജഹൽ കണ്ടിട്ടുണ്ട്, ഉത്ബത്തും ശൈബത്തും വലീദും ഒക്കെ കണ്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങളെ പോലത്തവരും കണ്ടിട്ടുണ്ട്. എന്തേ വ്യത്യാസം? അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കിയത്, ഞാൻ ജനിക്കാൻ കാരണക്കാരൻ, ഈ ലോകം പടക്കാൻ കാരണക്കാരൻ, എനിക്കുണ്ടായ മുഴുവൻ നിയമത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിദാനം ലോകത്തിന്റെ ലോകത്തിന്റെ നേതാവാണ്. ഞാൻ ജനിക്കാനും എന്റെ മുഴുവൻ നിയമത്തുകൾക്കും നിദാനം. അതുകൊണ്ട് എനിക്കൊരിക്കലും തന്നെ എന്റെ സ്വന്തം ശരീരത്തെക്കാളും എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ മക്കളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖുൽ അക്ബർ ഒരു സമയത്ത് കഅബ ശരീഫിന്റെ പരിസരത്ത് നിന്ന് ശത്രുക്കളെ ഭാഗത്ത് നിന്ന് അടി കിട്ടി ബോധം കെട്ട് വീണുപോയി. ബോധം കെട്ട് വീണുപോയ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുപോയി. പാതിരാ സമയം കഴിഞ്ഞപ്പോഴാണ് ബോധം തെളിഞ്ഞത്. ബോധം തെളിഞ്ഞ സമയത്ത് വെള്ളം കൊടുക്കുന്ന ഉമ്മയോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ വെള്ളം കുടിക്കുകയില്ല. എന്റെ ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹിക്ക് എന്താണ് സംഭവിച്ചത്? ആ റസൂലുള്ളാഹിനെ കാണുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കില്ല. അതേ കാഴ്ച
കാഴ്ചയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ കണ്ടത്. അതേ സ്ഥാനത്ത് അബൂജഹൽ എങ്ങനെയാണ് കണ്ടത്? മക്കത്തെ യതീമായ മുഹമ്മദിനെയാണ് കണ്ടത്. സാധാരണക്കാരിൽ സാധാരണക്കാരൻ. അവിടുത്തെ ഒന്നിനും ഒരു പ്രത്യേകതയില്ല. എന്നാൽ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാ, വമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാ. എന്റെ ജീവിതകാലത്ത് എന്ത് നേട്ടങ്ങളാണോ നിങ്ങൾ കൈവരിച്ചത്, അതേ പ്രകാരം എന്നിൽ വിശ്വസിക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന, എന്നെ മരണ വഫാത്തിന്റെ ശേഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതാ. ഈ ഒരു വിശ്വാസമാണ് സിദ്ദീഖുൽ അക്ബർ നയിച്ചതെങ്കിൽ അബൂലഹബിനെയും അബൂജഹലിനെയും ഒക്കെ നയിച്ചത് കേവലം യതീമായ മുഹമ്മദിനെയാണ്. അത് കാഴ്ചയിലവർക്ക് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പഠിക്കണം. എന്നിട്ട് ആ റസൂലുള്ളാഹിൽ വിശ്വസിക്കണം. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹിയാണ് എന്റെ ജനനത്തിന് കാരണം, എന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഞാൻ എല്ലാറ്റിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചേ പറ്റൂ എന്നൊരു തീരുമാനം നമുക്ക് വേണം. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് 10 അല്ലാഹുവിന്റെ റസൂലിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാല്, ഒരു ഗ്ലാസ് വെള്ളം അള്ളാന്റെ റസൂലിന് എടുക്കാൻ കഴിയും, എന്നാലും എടുത്തൊന്ന് കൊടുക്കുക. അത് കണ്ടില്ലേ AP ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, വരുന്ന സമയത്ത് ഓരോ ഹാദിമീങ്ങൾ ഉണ്ടാവും, അവർ വെള്ളം എടുത്തൊക്കെ കൊടുക്കും, ബാക്കി കുടിച്ചാനൊക്കെ വേണ്ടിട്ട്. എന്ന മാതിരി റസൂലുള്ളാഹിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും ചെയ്യുന്ന ഇബാദത്തിനേക്കാളും പുണ്യം അതിനുണ്ട് നാം പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചു. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂല് ആ വെള്ളം വാങ്ങുമ്പം ബിസ്മി ചൊല്ലിയിട്ടേ വാങ്ങുള്ളൂ. നിൽക്കുകയാണെങ്കിൽ ഇരുന്നേ കുടിക്കുകയുള്ളൂ. കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലും. ഇറക്കായിട്ടേ കുടിക്കുകയുള്ളൂ. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. നിങ്ങൾ നോക്കി, ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ ജീവിതകാലം മുഴുക്കുകയും ചെയ്യുന്ന ഇബാദത്തിനേക്കാളും പുണ്യമുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് കുറെ കാലം സേവനം ചെയ്തത്. റസൂലുള്ളാഹി ഇറങ്ങി പോകുമ്പോ ചെരുപ്പെടുത്തു കൊടുക്കും, രാത്രി സമയത്ത് വെള്ളം എടുത്തു കൊടുക്കും. അവസാനത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അദ്ദേഹം ജീവിക്കൊള്ളും. ഒരു സമയത്ത് റബീഇനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പ്രിയപ്പെട്ട റബീഅേ, ഇങ്ങനെ എന്റെ കൂടെ നടന്നാ മതിയോ? നിനക്കൊരു കല്യാണം വേണ്ടേ? കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, നബി, ഇന്ത്യയിൽ അതിനൊന്നും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ അതിനും പരിഹാരം ഉണ്ടാക്കി അയാൾക്കൊരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചാൽ പിന്നെ പള്ളി കിടക്കാൻ പാടില്ല, പിന്നെ റസൂലുള്ളാഹിന്റെ ഖിദ്മത്ത് ചെയ്യാമെങ്കിലും എപ്പോഴും ഉടക്കാൻ പാടില്ലല്ലോ. ഒരു സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വന്ന് റബീഅേ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. മരം കോച്ചുന്ന തണുപ്പത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത റബീഅ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം അതാ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോ പൗതി എത്തിയപ്പോ മൂപ്പര് കഴിഞ്ഞ ആഴ്ച അല്ലാഹുവിന്റെ റസൂല് മക്കത്തെ മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരു ക്ലാസ് എടുത്തീനി. എന്താ ക്ലാസ്? കുൽ ഇൻകാന ആബാഉകും വഅബ്നാഉകും തുടങ്ങിയിട്ട് സൂറത്തു തൗബയിൽ അല്ലാഹു തആല 10ഓളം കാര്യങ്ങൾ പറഞ്ഞു. അതിനേക്കാളും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു, വിശ്വസിക്കണം എന്ന് പറഞ്ഞു, മഹബത്ത് വെക്കണം എന്ന് പറഞ്ഞപ്പം എന്തൊക്കെ പറഞ്ഞു? കുൽ ഇൻകാന ആബാഉകും വഅബ്നാഉകും വഅസീറത്തുകും വയഖ്വാനുകും വഅംവാലുൻ ഇക്തറഫ്തുമുഹാ വത്തിജാറത്തുൻ തഖ്സൗന കസാദാ. ായിട്ട് വിശദീകരിച്ചപ്പോ ഉമർ തങ്ങൾ എണീറ്റിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹി, എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. എനിക്ക് എന്റെ ഭാര്യ പ്രശ്നമല്ല, വേറെ ആരും പറഞ്ഞു, എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, പൂർണ്ണ മൂമിനല്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഉമർ തങ്ങൾ എണീറ്റ് നിന്ന് പറഞ്ഞു, നബിയേ, എന്റെ സ്വന്തം ശരീരത്തെക്കാളും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞു, ഇപ്പൊ ഒരു പരിപൂർണ മൂമിനാണ്. ഈ ക്ലാസ് ശരിക്ക് തലേ കയറിയാണ് ആർക്ക്? റബീന്. റബീ വീട്ടിലേക്ക് പോവുകയാണ് ഭാര്യന്റെ കൂടെ കിടക്കാൻ. അപ്പോഴാണ് ഈ ക്ലാസ് എല്ലാറ്റിനേക്കാളും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണല്ലോ. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഈ മരം കോച്ചുന്ന തണുപ്പത്ത് ഭാര്യന്റെ കൂടെ കടന്നിറങ്ങിയാൽ ശരിയാവോ? അപ്പൊ മൂപ്പര് തോന്നി ഭാര്യന്റെ അടുത്തേക്ക് പോകുന്നത് നല്ല തിരിച്ചുകൊണ്ട് വരില്ല. പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് തഹജ്ജുദ് നിസ്കരിക്കണം. റസൂലുള്ളാഹിക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നത് നിർബന്ധമാണ്. അപ്പം വെള്ളം റസൂലുള്ളാഹിന്റെ വീട്ടിൽ കിടക്കുന്ന റൂമില്, ബെഡ് റൂമില് ബാത്റൂമില്ല. അവിടുന്ന് ഒന്നുണ്ടാക്കാൻ കഴിയൂല. പൈപ്പ് തിരിച്ചാ വെള്ളം കിട്ടൂല. അള്ളാഹുവിന്റെ റസൂല് പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി വരുമ്പോ സുബ്ഹാനല്ലാഹ് വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടു പോയാൽ എന്റെ ഭാര്യയുടെ കൂടെയുള്ള കടത്തം ഒരിക്കലും അതിന് അർത്ഥമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കൂടുതൽ സ്നേഹിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം വീട്ടിലേക്ക് പോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന് മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചു വന്നപ്പം അല്ലാഹുവിന്റെ റസൂല് വാതിൽ അടച്ച് കിടന്നാണ്. തഹജ്ജുദ് ഒന്ന് കിടക്കണല്ലോ. അപ്പം വാതിലടച്ച് അള്ളാഹുവിന്റെ റസൂല് കടന്ന പിന്നെ അവിടെ സ്വീകരിക്കേണ്ട മര്യാദ എന്താ? വാതില് മുട്ടി വിളിക്കാൻ പാടില്ല. പിന്നെയോ ആള് പുറത്തു വരുമ്പം കാര്യങ്ങൾ പറയാ എന്നല്ലാതെ മുട്ടി വിളിക്കാൻ പാടില്ല. സൂറത്ത് ഹുജറാത്തിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഹിൽ ഹുജറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ. വിരിക്ക് അപ്പുറത്ത് നിന്ന് നിങ്ങളെ മുട്ടി വിളിക്കുന്നവർ കൂടുതൽ ആൾക്കാരും ബുദ്ധിയില്ലാത്തവരാണ്, ചിന്തിക്കാത്തവരാണ്. അവിടെ കൂടുതൽ പറഞ്ഞുകൊണ്ട് വളരെ അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുട്ടി വിളിക്കായൊന്നും കിട്ടി. പറഞ്ഞു വന്നത് റബിയെ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആൻ ശരിക്കും തലയിലേക്ക് കയറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എണീറ്റ് വരുന്നത് വരെ പുറത്തു പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മൊബൈലിൽ അലാരം ശരിയാക്കി വെച്ചാലല്ലോ. പാതിരാ സമയത്ത് എണീറ്റ് വന്ന് നല്ല തണുപ്പുണ്ട്. വാതില് തുറന്നു നോക്കുമ്പം മരം കോച്ചുന്ന തണുപ്പത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഉമ്മരപ്പടിയിൽ റബി ഇരിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, പോയില്ല റബിയെ വീട്ടിൽ വെച്ച്? ഞാൻ എങ്ങനെ പോകാനാ നബിയെ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്തിട്ട് എന്നെ ബേജാറാക്കിയില്ലേ? ഞാൻ എന്നെ ബേജാറാക്കിയോ? നിങ്ങളല്ല പറഞ്ഞു എല്ലാറ്റിനേക്കാളും നിങ്ങളോടെ മഹബത്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോഴല്ല ഉമർ തങ്ങൾ എണീറ്റ് നിന്നിട്ട് സ്വന്തം ശരീരം കഴിച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം പൂർണ്ണ ഊമിനല്ല എന്ന് പറഞ്ഞ നിങ്ങളല്ലേ ഇനിയോ? പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് പോയിട്ട് വെള്ളം എടുത്തു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് ഉളൂ ചെയ്തതിന് ശേഷം രണ്ടുപേരും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പം ഈ സാധു മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂല് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, റബീനോട് പറഞ്ഞു, എനിക്ക് വേണ്ടത് ചോദിച്ചോ എന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അത് നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ചൂടെടുത്തിട്ട് വെച്ച് രണ്ടാം തട്ടം ഒന്ന് വാർത്തിട്ട് തിരക്കള്ളിന്നല്ല പറയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ടത് ചോദിച്ചോ റബിയേ, നിനക്ക് ഞാൻ നൽകാം. അപ്പൊ റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക്കൽ മുറാഫഖത ഫിൽ ജന്ന, നാളെ അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ എനിക്ക് അടുത്തൊരു സീറ്റ് വേണം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും ചെയ്യുന്ന ഇബാദത്തിനേക്കാളും പുണ്യമുണ്ടെന്നല്ലേ? ആ റബീ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും അല്ലാഹുവിന്റെ റസൂലിന്റെ സേവനത്തിന് വേണ്ടി നീക്കിവെച്ച അവസാനം റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം കല്യാണം കഴിച്ച് ആ റബീ ചോദിക്കാൻ പറഞ്ഞപ്പം ചോദിക്കുന്നു, റബീ യാ അസ്അലുക്കൽ മുറാഫഖത ഫിൽ ജന്ന, പ്രിയപ്പെട്ട നബിയെ, നിങ്ങളോട് കൂടെ സ്വർഗത്തിൽ എനിക്ക് അടുത്തൊരു സീറ്റ് വേണോ?
അപ്പം അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, റബിയെ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചാൽ ചോദിച്ച കുറച്ച് ഗൗരവമുള്ളതാ. എന്താ ചോദിച്ച്? സ്വർഗല്ല ചോദിച്ച്. സ്വർഗത്തിൽ റസൂലുള്ളാന്റെ അടുത്ത് സീറ്റ് വേണമെന്നാ പറഞ്ഞത്. അറുപത് ആകാശഭൂമികൾക്ക് വിശാലുള്ള സ്വർഗേ, അതിന്റെ അടുത്ത് എനിക്ക് വേണമെന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റബിയെ സംഗതി ശരിയാ, വേറെന്തെങ്കിലും ചോദിക്കാണ്ട് എനിക്ക് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, പ്രിയപ്പെട്ട നബിയെ, എന്റെ ജീവിതകാലത്തിന്റെ ആയുഷിന്റെ 3/4 ഭാഗവും നിങ്ങളെ കൂടെയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് നാളെ സ്വർഗത്തിലും നിങ്ങളെ അടുത്ത് തന്നെ സീറ്റ് വേണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ശിർക്കാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്താ ചോദിച്ചേ? സ്വർഗം ഇങ്ങോട്ട് വേണമെന്നല്ല, പിന്നെ സ്വർഗത്തിൽ നിങ്ങളടുക്കലൊരു സീറ്റ് വേണോ? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓക്കെ, അത് നൽകാ. പക്ഷേ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട്. ആരോടാ ഈ പറഞ്ഞത് നമ്മൾ ചിന്തിക്കേണ്ടത്? സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. ജീവിതത്തിന്റെ ആയുഷിന്റെ 3/4 ഭാഗവും റസൂലുള്ളാന്റെ സേവനത്തിന് വേണ്ടി നീക്കിവെച്ച് പാതിരാ സമയത്ത് എല്ലാവരും കൂർക്കം വലിച്ചിറങ്ങുമ്പോ റസൂലുള്ളാക്ക് സേവനം ചെയ്യണം താല്പര്യപ്പെട്ടുകൊണ്ട് സ്വന്തം ശരീരത്തെ മറന്ന് അള്ളാഹുവിന്റെ റസൂലിക്ക് സേവനം ചെയ്യാനെത്തിയ റബീ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ പറഞ്ഞപ്പം ചോദിച്ചതാണ് സ്വർഗത്തിലൊരു സീറ്റ്. അത് കൊടുക്കാമെന്നേറ്റ്. പക്ഷേ അതിന് ഫലമായി ചെയ്യേണ്ടത് സുജൂദ് വർദ്ധിപ്പിക്കണം റബിയെ എന്ന് പറഞ്ഞു. സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ ആരോടാ പറയുന്ന? നിങ്ങള് 5 വക്ത് നിസ്കാരം അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെ മദീനത്തെ പള്ളിയിൽ നിന്ന് നിത്യമായി ജമാഅത്തിലായി നിസ്കരിക്കുന്ന റബി. ആ 5 വക്ത് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള 22 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരു ദിവസവും ഒഴിയാതെ നിസ്കരിക്കുന്ന റബി. എന്താ വിഷയം? നിങ്ങള് ഇതിപ്പം വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കാനാകുന്ന സമയത്ത് പീഡിയവലമെങ്ങ് മടക്കുത്തും കേറ്റി കുറ്റി ഇരുന്ന വിഷയമല്ല പറഞ്ഞത്. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, 5 വക്ത് നിസ്കാരം അള്ളാഹുവിന്റെ റസൂലിനോട് കൂടെ ജമാഅത്തായി പള്ളി മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന റബി. അതിന്റെ മുമ്പുള്ള ശേഷമുള്ള 22 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരു ദിവസം പോലും ഒഴിയാതെ നിസ്കരിക്കുന്ന റബി. 11 റക്അത്ത് വിത്ർ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന റബി. ളുഹാ നിസ്കാരം നിസ്കരിക്കുന്ന റബി. അവ്വാബി നിസ്കാരം നിസ്കരിക്കുന്ന റബി. തഹജ്ജുദ് നിസ്കരിക്കുന്ന റബി. ആ റബി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഇനി സുജൂദ് വർദ്ധിപ്പിക്കണേ. നമ്മളിപ്പോ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്താ? നമ്മള് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികളാ. ഇസ്ലാമി ഇന്നലനാ മിനൽ ഐനായതി റക്അൻ ഗൈറ മുൻഹരിമി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികളായിരിക്കുന്ന നമുക്ക് വലിയ മഹത്വങ്ങളുണ്ട്. ആ ഉമ്മത്തികളായിരിക്കുന്ന നമ്മള് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ പാലിക്കുന്നോടത്ത് വളരെ ബേക്കിലാണ്. ഇങ്ങോട്ട് വല്ലാതെ സ്നേഹം കാണിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ തിരിച്ചു സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസം വരുമ്പോ എല്ലാ മുഅ്മിനീങ്ങളും മൗലിദ് പാരായണം നടക്കുന്ന സമയത്ത് അത് പാരായണം ചെയ്യുന്ന സദസ്സിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത്. ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഈമാനുള്ള ഒരാൾക്ക് കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നതിന് വേണ്ടി ഉഹുദ് പർവ്വതം പോലെ സ്വർണം എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഞാനത് ചെലവഴിക്കുന്നതോ എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നമ്മൾ പഠിക്കണം. അങ്ങനെ ആ ബഹുമാനപ്പെട്ട ഉമർ തങ്ങള് സ്വന്തം ശരീരത്തെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു എന്ന് പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പൂർണ്ണ മുഅ്മിനാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ നമ്മളൊരു മുഅ്മിനാണോ എന്ന് ആത്മപരിശോധന നടത്താൻ ഈ സംരംഭം നമ്മളെ ഉപയോഗപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ്? അല്ലാഹുവിന്റെ റസൂല്.
അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് റഹ്മത്താണ്. ഇത് പറയുമ്പേ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചെറുപ്പത്തിൽ ഹലീമ ബീവിന്റെ വീട്ടിൽ ഇങ്ങനെ ആടിനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് വെള്ള വസ്ത്രധാരികളായ ആള് വന്നിട്ട് പിടിച്ച് മലർത്തി കടത്തിയിട്ട് റസൂലുള്ളാഹിന്റെ നെഞ്ചു പുലർത്തി ഇബ്ലീസിന്റെ അംശം ഒഴിവാക്കി എന്ന് പറഞ്ഞു കേൾക്കാം. അതങ്ങനെയാണ് പഴയ കാലത്ത് പഠിച്ചത്. എന്താ അപ്പൊ ഇബ്ലീസിന്റെ പിശാചിന്റെ ഭാഗം അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഉണ്ടാവുമോ? ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും. പിന്നെന്താണ് അങ്ങനെ കീറി മുറിച്ചിയായിട്ട് പിശാചിന്റെ ഭാഗം ഒഴിവാക്കി എന്ന് പറഞ്ഞത്? എന്താ ഒരു വിഷയമാണല്ലോ അത്. പണ്ഡിതന്മാര് പറയുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം പിശാചിന്റെ അംശം റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്താണ്. ആലം എന്ന് പറഞ്ഞാൽ അല്ലാത്ത എല്ലാറ്റിനും പറയുന്ന പേരാണ് ആലം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് വരുന്ന സമയത്ത് ഇബ്ലീസ് പറയും, മുഹമ്മദേ ലോകത്തിന് റഹ്മത്താണ്, ഞാൻ ലോകത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് എന്നോടൊന്ന് കരുണ കാണിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതിന് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് ഇബ്ലീസിന്റെ ഭാഗമായ റഹ്മത്തിനെ എടുത്തു മാറ്റിയതാ. ഇനി അയാൾക്ക് കിട്ടൂല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി റഹ്മത്തിന്റെ ഭാഗം കിട്ടൂല, ഞമ്മക്കെല്ലാവർക്കും കിട്ടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് അത് റഹ്മത്താണ്, അവിടുത്തെ തിരികേശം അത് റഹ്മത്താണ്, നഖം മുറിച്ചത് അത് റഹ്മത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് മുറിച്ചതായ നഖം ഞാൻ എടുത്തു സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണമാസന്നമാകുന്ന സമയത്ത് മക്കളെ വിളിച്ച് ബന്ധപ്പെട്ടവരെ വിളിച്ച് പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നഖം ഒരു സമയത്ത് മുറിച്ചപ്പോ ഞാൻ അതെടുത്തൊരു കുപ്പിയിലായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങളതെടുത്തുകൊണ്ട് പൊടിച്ച് എന്റെ വായിൽ വിതരണേ, എന്റെ കണ്ണിൽ വിതരണേ. അതുകൊണ്ട് എനിക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്തേക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും റഹ്മത്താണ്, കാല് റഹ്മത്താണ്. അതെങ്ങനെ? ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു, വലിയ മഹാന ജാബിർ ബിൻ അബ്ദുല്ലാഹി തങ്ങള് അബ്ദുള്ള എന്ന മഹാന് ഉഹദ് യുദ്ധം നടന്ന സമയത്ത് പറഞ്ഞു, നാളെ ഉഹദ് യുദ്ധം നടക്കാൻ പോവാണ് മോനെ. ജാബിറിനെ വിളിച്ചു പറയാ, മോനെ വിളിച്ചു പറയാ. 9 പെൺകുട്ടികളാണ് അബ്ദുല്ലാഹി തങ്ങൾക്കുള്ളത്, ഒരു മകനുണ്ട് ജാബിർ എന്ന് പറയുന്ന. ജാബിറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജാബിറേ, ഞാൻ നാളെ ഉഹദ് യുദ്ധം നടക്കാൻ പോവാണ്. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ആദ്യം ഉഹദിൽ വെച്ച് ഷഹീദാകുന്ന ആള് ഞാനാകുമെന്നാണ് എന്റെ പ്രതീക്ഷ, അങ്ങനെ ആവണമെന്നാണ് എന്റെ താല്പര്യം. അങ്ങനെ ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ എനിക്കൊരുപാട് കടങ്ങളുണ്ട് മോനെ, ആ കടങ്ങളൊക്കെ വീട്ടണം. എനിക്കൊരു 9 പെങ്ങന്മാരെ, ആ പെങ്ങന്മാരെ കാര്യം ഏറ്റെടുക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരനായിരിക്കുന്ന ജാബിറിനെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം ഷഹീദായത് അബ്ദുല്ലാഹി തങ്ങളാ. ജാബിർ റളിയല്ലാഹു തആല ഒരു നോട്ടേ കണ്ടിട്ടുള്ളൂ. അതിൽ വെച്ചിട്ട് ശരീരത്തില് വെട്ടേറ്റുകൊണ്ട് കുത്തേറ്റുകൊണ്ട് രക്തമൊലിക്കുന്ന രംഗം ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഷഹീദായി പോയി. അപ്പൊ ഷഹീദാകുന്ന സമയത്ത് ഒരുപാട് കടങ്ങളുണ്ട്. പെമ്മക്കളെ കാര്യം നോക്കണം. നല്ലൊരു വീടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ ചെറിയ ചെറ്റക്കൂടെയാണ്. ഈ കുട്ടികളെ കാര്യം നോക്കണം. പ്രായം ചെന്ന കുറച്ച് ഈത്തപ്പന മരങ്ങളുണ്ട്. ഷഹീദായി പോയി. അതിന്റെ ശേഷം കടക്കാരൊക്കെ വന്നിട്ട് ജാബിറിനോട് പറഞ്ഞു, ബാപ്പ ഇത്രയും അളവില് ഈത്തപ്പയ ഞങ്ങൾക്ക് തരാണ്ട്, അത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം ജാബിർ ഇങ്ങനെ ചിന്തിയ, പഠിച്ചോനെ ഞാൻ എങ്ങനെ കൊടുക്കും? ഏകദേശം ഒരു 7 കൊല്ലം ഈ ഈത്തപ്പഴം എടുത്ത് ഒരുമിച്ച് കൂട്ടിയാൽ അതിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി ഒന്നും എടുക്കാതെ വെച്ചാൽ 7 കൊല്ലം കൊണ്ടേ കടം കൂടുകയുള്ളൂ. അത്രയും കടം കൊടുക്കാനുണ്ട്.
ഈ പെമ്മക്കളെയും വെച്ച് എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ജാബിർ, പ്രിയപ്പെട്ട നബിയേ, എന്റെ വാപ്പ ഊദിൽ ഷഹീദായി പോയിട്ടുണ്ട്. ഷഹീദാകുന്ന അതിന്റെ തലേനാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്, അത് കഴിഞ്ഞാൽ എന്നെയാണെന്ന് എന്റെ വാപ്പ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നാളെ ഉഹുദിൽ ഷഹീദാകുന്ന ആദ്യത്തെ വ്യക്തിയാവണമെന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ കടങ്ങളുണ്ട് മോനെ, അത് വീട്ടണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ വാപ്പ ഷഹീദായി കടക്കാര് വന്ന് എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു നബിയേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ഒരിക്കല് പിന്നെ ജാബിറിനോട് പറഞ്ഞു, ജാബിറിന്റെ ആ ഈത്തപ്പയ തോട്ടം അവിടത്തേക്ക് അള്ളാഹുവിന്റെ റസൂല് വന്ന് നടന്ന് ഒരു ഭാഗത്തോടെ അങ്ങനെ നടന്ന് മറ്റേ ഭാഗത്തോടെ വന്നിട്ട് ആ മരത്തുമലൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ തടവിട്ട് ജാബിറിനോട് പറഞ്ഞു, ജാബിർ അയാള് പറിച്ചോളൂ എന്ന് പറഞ്ഞു. ആ പ്രായം ചെന്ന് പിന്നെ പഴങ്ങൾ ഉണ്ടാകല് കുറഞ്ഞു തുടങ്ങിയ, അതിൽ പഴുത്ത പഴങ്ങൾ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ജാബിർ റളിയല്ലാഹു അൻഹു പറിച്ച് കടക്കാരോട് വരാൻ പറഞ്ഞു. എല്ലാവർക്കും കൊടുത്തിട്ടും യാതൊരു കുറവില്ലാതെ 6 മാസക്കാലം കൊണ്ട് സുബ്ഹാനല്ലാഹ് മക്കളെ മുഴുവനും പിന്നെ കല്യാണം കഴിച്ചയച്ച് പെൺമക്കളെ കാര്യങ്ങളും പെൺമക്കളുടെ കാര്യങ്ങളൊക്കെ പരിപൂർണമായി പൂർത്തിയാക്കി. ഈ നിയമത്തുണ്ടായപ്പോ പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കാറില്ലാത്ത സമയത്ത് ഒരു ദിവസം, ഒരാഴ്ച, 2-3 ദിവസം എന്താക്കി ജാബിറിനെ കാണാനില്ല. പള്ളിക്ക് വരുന്നില്ല മൂപ്പര്, പകലൊക്കെ വരും, രാത്രി കാണാനില്ല. അപ്പൊ 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം വന്നപ്പം ജാബിർ, എവിടെയും ജാബിറെ 2-3 ദിവസം കണ്ടില്ലല്ലോ പറഞ്ഞു. നബിയെ, നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ചിണ്. അള്ളാഹുവിന്റെ റസൂലിനോടായി ഈ നിയമത്ത് മുഴുവൻ ഉണ്ടായത്. എന്നിട്ട് കല്യാണം കഴിച്ച വർത്താനം അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നബിയെ, ഞാൻ കല്യാണം കഴിച്ചിന്, കല്യാണം കഴിച്ചാല് പിന്നെ ഇശാക്കും പിന്നെ മഗ്‌രിബിനും ജമാഅത്തിന് വരണ്ടെന്നുണ്ടല്ലോ, ഞാൻ അവിടെ ഓളെത്തട നിൽക്കേനിയാണ്. അപ്പം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് 7 ദിവസം നിൽക്കണ്ടേ, ഇതിന്റെ 4-ാമത്തെ ദിവസം പോകുന്നു കഴിച്ച്, അത് നമ്മൾ കെട്ടിയത് സെക്കൻഡ് പെണ്ണാണ്. അതെന്താ, എനിക്ക് നല്ലൊരു പെൺകുട്ടിനെ കെട്ടിവിടെ ചോദിച്ചു. അത് ഈ പെങ്ങന്മാരെത്തിക്ക് ഇപ്പൊ അതാ നല്ലത് എന്ന് പറഞ്ഞു. കാരണം വലിയ നല്ല പെൺകുട്ടിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ പെങ്ങന്മാരെയും വീട്ടിലാക്കി ബൈക്കുമ്പോൾ ഇങ്ങനെ പോയാല് ഒരധീനം അതിന് കിട്ടൂലേ. ജാബിറാന്റെ തണ്ടാടന്നവനാണ്, ഞാൻ സെക്കൻഡ് പെണ്ണാ കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, ജാബിർ റളിയല്ലാഹു തആല അൻഹു പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെയാണ് എല്ലാ സമയത്തും. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞ്, ഉഹദ് യുദ്ധം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം ബഹുമാനപ്പെട്ട ജാബിറിന് ഒരു പൂതി. എന്താ പൂതി? എന്റെ വാപ്പാനെ യുദ്ധത്തിൽ ഷഹീദായപ്പം വേറൊരാളെ കൂട്ടത്തില് 2 ആളെയാണ് മറമാടിയത്. അതുകൊണ്ട് എന്റെ വാപ്പാനെ സ്വന്തമായിട്ടൊരു ഖബറിൽ എന്താക്കണം, മൂടണം, മറമാടണം. അതിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ജാബിർ റളിയല്ലാഹു അൻഹു വാപ്പാനെ മറമാടിയ ഖബർ തുറന്നു നോക്കുമ്പോ 6 മാസങ്ങൾക്ക് മുമ്പ് ഷഹീദാകുന്ന സമയത്ത് ഏത് രൂപത്തിലാണോ ഉള്ളത് അതേ രൂപത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞു. അന്നുള്ള അതേ രൂപത്തിൽ രക്തമൊലിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. നിങ്ങള് ശുഹദാക്കളെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായവരെ സംബന്ധിച്ച് നിങ്ങൾ മരണപ്പെട്ടവരാണെന്ന് പറയാൻ പാടില്ല. ആലി ഇംറാൻ സൂറത്തിലെത്തിയപ്പോൾ അല്ലാഹ് പറയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായവരെ സംബന്ധിച്ച് നിങ്ങൾ മരണപ്പെട്ടവരാണെന്ന് വിചാരിക്കാനും പാടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു രംഗമൊക്കെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വിടാൻ തോന്നുന്നില്ല. എല്ലാ വിജയത്തിനും കാരണക്കാരൻ, ഈ ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരൻ അല്ലാഹുവിന്റെ റസൂലാണല്ലോ. റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞ്, ഉഹദൊക്കെ കഴിഞ്ഞ് ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് സഹാബത്ത്, ആയിരക്കണക്കിന് സഹാബത്ത് ശത്രുക്കൾ വരുന്നതിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി വലിയ ഖന്തക്ക് കിടങ്ങ് കീറുന്ന ജോലിയിലാണ്.
കടഞ്ഞിങ്ങനെ കീറിക്കൊണ്ടിരിക്കുമ്പോ വലിയൊരു പാറക്കല്ല് അവരെ വെട്ടിയിൽ പെട്ടു. ആവുന്നത്ര വെട്ടി നോക്കി, പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ല. അത്രയും വലിയതാണ്. കാരണം പൊട്ടയിട്ടല്ല, എല്ലാവരും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്, ജോലി ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടി സ്വന്തം മറന്നുകൊണ്ട്. അവസാനം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ വലിയൊരു കല്ലുണ്ട്, പൊട്ടിച്ചിട്ട് പൊട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ താൽക്കാലികം കെട്ടിയുണ്ടാക്കിയ തമ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വിക്കാസ് എടുത്ത് ബിസ്മി ചൊല്ലിയിട്ട് ഒരു ഒറ്റ വെട്ട എല്ലാ സഹാബത്തും നോക്കിയത് ആ കല്ലുമക്ക. ജാബിർ നോക്കിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക്. അപ്പം റസൂലുള്ളാഹിന്റെ ശരീരത്തില് നേർന്നു നിൽക്കാൻ വേണ്ടി വിശപ്പിന്റെ ശക്തി കൊണ്ട് 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പം ജാബിറിന് സഹിച്ചില്ല. അങ്ങകലെയുള്ള വീട്ടിലേക്ക് ജാബിർ ഓടിപ്പോയിട്ട് ഭാര്യനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭാര്യ, നമ്മളെ ആ പോറ്റുന്ന ആടിനെ അറുത്തേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂല് വിശപ്പിന്റെ ഊക്കുകൊണ്ട് നിവർന്നു നിൽക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അറുത്തേ പറ്റൂ. അർത്ഥേ പറ്റുന്ന പറഞ്ഞപ്പോ ഭാര്യക്ക് സമ്മതാണ്. കാരണം ഇത് സെക്കൻഡ് ഹാൻഡ് പെണ്ണിനെ ആദ്യം തന്നെ കെട്ടിച്ച് അതിനും വേണ്ടിയിട്ടാണ്. എന്നാ ഓക്കെ. അങ്ങനെ കുറച്ച് കോതമ്പം എടുത്തിട്ട് അത് പൊടിച്ച് മാവാക്കിട്ട് ജാബിർ ഇങ്ങോട്ടൊരു വാച്ചിലാണ് മാഞ്ഞിട്ട് പറഞ്ഞ്, പ്രിയപ്പെട്ട നബിന്റെ ചൗട്ടിൽ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട നബിയെ, ഞാൻ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ഒരു 5-6 സഹാബത്തിനും കഷണം വഹിക്കാൻ മാത്രം ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എല്ലാവർക്കും തയ്യൂല. ആയിരക്കണക്കിന് സഹാബത്താണ് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് സേവനം ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്ന് റസൂലുള്ളാഹിനോട് സ്വകാര്യം പറഞ്ഞപ്പം പറയേണ്ട താമസം അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ അനൗൺസ്മെന്റ്, ഹന്തക്കുകാരെ ജാബിർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും പുറപ്പെട്ടോളൂ. ജാബിറിന് കുലുക്കൊന്നുമില്ല. കാരണം ഈ കായ്ക്കാത്ത ഈത്തപ്പയ മരത്തുമേല് നല്ല കായ ഉണ്ടാക്കി തന്ന അള്ളാഹുവിന്റെ ഹബീബ് എന്തെങ്കിലും മാർഗം കാണാതിക്കൂല. മൂപ്പർക്ക് കുലുക്കൊന്നുമില്ല. പക്ഷെ മൂപ്പരെ പേടി എന്താ, എന്റെ വീട്ടിക്ക് എല്ലാവരുടെയും വന്നാല് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുമോ എന്നുള്ള ബേജാറുണ്ട്. പക്ഷെ അതും ബേജാറില്ല ജാബിറിനോട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ജാബിറെ, ഈ പേടിക്കണ്ട. ഭാര്യനോട് ചെന്നിട്ട് പറയണം, പിന്നെ മാംസത്തിന്റെ ചട്ടി അവിടുന്ന് ഇറക്കരുത് എന്ന് പറയണം. ഗോതമ്പം റൊട്ടി ചൂടുന്ന മാവ് ആ പാത്രം അവിടുന്ന് ഇറക്കരുത് എന്ന് പറയണം. റസൂലുള്ള വീട്ടിലേക്ക് ബിസ്മില്ലി കേറിയിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ശറഫാക്കപ്പെട്ട ഉമനീര് ആ പാത്രത്തിലങ്ങ് തുപ്പിട്ടേ പെണ്ണും അയൽവക്കത്തുള്ള പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് റൊട്ടി ഇടാൻ തുടങ്ങി. ഹന്തക്കിലുള്ള ആയിരക്കണക്കിന് സഹാബത്ത് ഭക്ഷണം കഴിച്ചിട്ടും തിരിച്ചു പോകുന്ന അവസാനം അല്ലാഹുവിന്റെ റസൂലും ജാബിറും ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പം യാതൊരു കുറവുമില്ല. വമിനൽ യസീരി സകാവതു അമജൈസഹു ഹത്ത തഫം വയസീർ ലം യംഫദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ വദീ. ഞാൻ ഇത് ഏപിസ്തത്തിലുണ്ടാക്കിയ കിതാബ് നല്ല പാടി. നമ്മളെ വീട്ടിലുള്ള മൗലിദിന്റെ കിതാബ് എന്നാ പാടിയത്. ആയിരക്കണക്കിന് സഹാബത്തിന് ഭക്ഷണം കൊടുത്തിട്ടും അവർ വെള്ളം കുടിച്ചിട്ടും യാതൊരു കുറവും വന്നില്ല. ഈ ഹബീബായ റസൂലുള്ളാഹിന്റെ മൗലിദാണ് നമ്മളെ വീട്ടിൽ പാടേണ്ടത്, നമ്മളെ വീട്ടിൽ ചൊല്ലിക്കേണ്ടത്. അതിനിപ്പോ എല്ലാവർക്കും പറയാനുള്ളത് എന്താ, സൗകര്യമല്ല വീട്ടില്, സൗകര്യമല്ല. ഒരു ജുമ നടത്താനുള്ള ഡൈനിങ് ഹാൾ ഉണ്ടാക്കിയ വീടുണ്ടാക്കി വെച്ചാൽ അവിടെ അതിന് ഓർഡർ കൊടുത്തതിന് വേണം നല്ലൊരു സംഖ്യ. പിന്നെ എത്താ കൂട്ടില് കയറ്റിച്ചെന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. എന്താ പറയുന്നത്, സോക്കേസോ. അതിന്റെ ഉള്ളിൽ ആന മുതൽ കരടി മുതൽ ഈ ലോകത്തുള്ള ബാപ്പി ഇമ്മി അല്ലാത്ത എല്ലാം അതിൽ കയറ്റിച്ചാണ്. ഒരു മൗലൂദ് ഓദിച്ചാൽ സ്ഥല സൗകര്യമല്ല വീട്ടില്. നോക്കണങ്ങള്, ഇത് ബറക്കത്തിന്റെ മാസമാണ്. ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹിന്റെ പേരില് മൗലീദ് ചെല്ലാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് ബറക്കത്താണ്.
എന്ന് നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ഞാൻ നിങ്ങൾ പറയട്ടെ, ഇതാണ് അല്ലാഹുവിന്റെ റസൂല്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അങ്ങോട്ട് ശരിക്കടുത്താൽ എന്താക്കും? ഇങ്ങോട്ട് കിട്ടേണ്ടത് കിട്ടും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ബഹുമാനപ്പെട്ട ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്കിപ്പോ റിമോട്ട് കൊണ്ട് കാറിന്റെ ഡോറ് തുറക്കാനൊക്കെ കഴിയും. പുതിയാപ്പള കാറ് വാങ്ങി ഗൾഫിൽ നിന്ന് എന്നിട്ട് ഓട് നീച്ചു വന്നിട്ട് സിറ്റോട്ടിക്കാട് കേറുമ്പോ ഇങ്ങനെ ആക്കുമ്പോ ഭാര്യ ചോദിച്ചാ എന്തേപ്പത് ചോദിച്ചു. ഇയാന്നും അറിഞ്ഞില്ല, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഭാര്യ വാങ്ങിയാണ്ട് അടിച്ചു നോക്ക. അത് എത്ര ദൂരം കിട്ടും? 14,96,74,000 മൈൽ അകലെ ഉദിക്കുന്ന സൂര്യനെ അല്ലാഹുവിന്റെ റസൂല് വിരൽ ചൂണ്ടിട്ട് നിർത്തലാക്കിയിട്ടുണ്ട്. ഒരു കണ്ടോണേ, എത്ര ദൂരം? 14,96,74,000 മൈൽ അകലെയാണ് സൂര്യൻ ഉദിക്കുന്നത്. ശാസ്ത്രത്തിന്റെ കണക്കാ. അത്രയും ദൂരത്തുള്ള സൂര്യനെ നിർത്തലാക്കിയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല്. അതേതാണ്? ബഹുമാനപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖൈബർ യുദ്ധം നടക്കുകയാണ്. ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അലി തങ്ങളാണല്ലോ ആ യുദ്ധത്തിന്റെ നേതൃത്വം വഹിച്ച്. അലി തങ്ങൾ മുഖേനയാണ് വിജയം ഉണ്ടായത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് സഹാബത്ത് നല്ല ക്ഷീണത്തിലാണ്. ബഹുമാനപ്പെട്ട അലി തങ്ങള് താൽക്കാലികം കെട്ടിയുണ്ടാക്കിയ കൂടാരത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ കോലം പരിശുദ്ധമായിരിക്കുന്ന കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാര്, ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ. യുദ്ധം നടക്കുന്ന സമയത്ത് എങ്ങനെ നിസ്കരിക്കേണ്ടത്? അപ്പോ ജമാഅത്തായി നിസ്കരിക്കേണ്ടി. അല്ലാഹുവിന്റെ റസൂല് അസ്ർ നിസ്കാരം നിർവഹിച്ചിട്ട് ആ കൂടാരത്തിലേക്ക് തമ്പിലേക്ക് കയറി വന്നപ്പോ അലി തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അലി തങ്ങളെ കണ്ടപ്പോ നല്ല സമാധാനായി മടിയിലേക്ക് തല വെച്ചാട്ട് കിടന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ഉറങ്ങിപ്പോയി. കാരണം യാതൊന്നും പേടിക്കാനില്ല. അലി തങ്ങളെ മടിയിലാണ് അങ്ങ് ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ടേ. അലി തങ്ങളെ അസ്ർ നിസ്കരിച്ചിട്ടില്ല. വിഷമം ആരോടാ പറയാ? ഞാൻ ഈ പറയുന്നതേ, അയലക്കത്തിൽ കല്യാണം നടക്കുന്ന സമയത്ത് അസ്ർ നിസ്കരിക്കാനും നൂറുകരിക്കാനും ഒക്കെ ടൈം ഉണ്ടായിട്ടും പുതുക്കക്കാരെ കാത്തുനിന്ന് പായസം കാത്തി കുടിച്ചിന വർത്താനല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ മടിയിലിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലി തങ്ങള് അല്ലാഹുവിന്റെ റസൂല് മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ, പടച്ചോനെ ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്ക് സുയിപ്പാക്കിയാട്ട് ആ ഉറക്ക് ഉണർത്തിക്കൊണ്ട് എന്റെ മുന്നിൽ സുജൂദ് ചെയ്യണോ നിസ്കരിക്കണോ? അല്ല, നിന്നെ സംബന്ധിച്ച് വിവരം തന്ന അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാതിരിക്കണോ? ഉത്തരമില്ലാത്ത ഈ ചോദ്യം കണ്ണുനീരായി പുറത്തു വന്നു. അലി തങ്ങളുടെ നിറഞ്ഞ താടിയും കവിഞ്ഞ് അറിയാതെ റസൂലുള്ളാന്റെ ശരീരത്തിലേക്ക് ഒരൊറ്റ കണ്ണുനീര് വന്നപ്പോ ഉറ്റി വീണപ്പോ അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്തേ അലിയെ പറ്റിയത് ചോദിച്ചു. ഒന്നുമില്ല നബിയെ, ഞാൻ ഇപ്പം അസ്കരിച്ചില്ല. അസ്കരിക്കില്ല എന്ന് പറയുമ്പോ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. അസ്തമിക്കാനിരിക്കുന്ന സൂര്യനെ ഇനി അലി തങ്ങൾക്ക് വെള്ളമുള്ള ഇടത്ത് പോയിട്ട് ഒന്നു കൊടുത്തിട്ട് പൂർണ്ണമായി അതായി നിസ്കരിക്കാൻ ടൈമില്ല. അതിനെന്താ മാർഗം? മാർഗമൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂല് കയ്യാതെ വരുമോ? അല്ലാഹുവിന്റെ റസൂല് അസ്തമിക്കാനിരിക്കുന്ന സൂര്യനിലേക്ക് ചൂണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. يا ربي صل على النبي محمد من جهنم في غدير. നമ്മൾ സാധാരണ ഓതുന്ന മൗലിദ് കിതാബിൽ കാണാം അൽ ബദറു ശുകബി അംബി വശംസു. ഇത് ചന്ദ്രനെ പുലർപ്പാക്കിയ രംഗമാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. വശംസു വറുബത്തു ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. യാതൊരു സംശയം വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ വിരൽ ചൂണ്ടിയപ്പോൾ സൂര്യനോട് സ്റ്റോപ്പ് ചെയ്തു. നീ തങ്ങൾ പോയി ഒതുണ്ടാക്കി വന്ന് പൂർണ്ണ
പൂർണ്ണമായി നിസ്കരിച്ചതിന്റെ ശേഷം അതാ ഒരു ചൂണ്ടലൂടി അടിച്ചുകൊണ്ട് റിമോട്ട് പരിപാടി. നമ്മൾ ഇപ്പോഴാ റിമോട്ട് കണ്ടുപിടിച്ചത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ റിമോട്ട് പരിപാടി നടത്തിയില്ലേ? അതായ പറഞ്ഞത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഇസ്ലാമിനെ കവച്ചു വെക്കാൻ കഴിയൂല, ഇസ്ലാമിന് പ്രസക്തി കൂടുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ നേതാവിന്റെ സ്ഥിതിയെങ്കിൽ ആ നേതാവിനോട് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം തിരിച്ചിങ്ങോട്ട് കിട്ടും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മൻ സല്ലാ അലയ്യ സ്വലാം, എന്റെ പേരിൽ ഒരൊറ്റ സലാത്ത് ചൊല്ലിയാല് തിരിച്ച് 10 ഗുണങ്ങൾ കിട്ടും. എങ്ങനെ ഇപ്പൊ ഈ 10 ഗുണങ്ങൾ കിട്ടുക? നല്ല പവറുള്ള ടോർച്ച്, നല്ല പവറുള്ള ടോർച്ച് ഗ്ലാസ് മക്ക് അലമാറമൊക്കെ അടിച്ചാല്, നല്ല പവറുള്ള ഗ്ലാസ് മക്ക് അടിച്ചാല് അടിച്ചതിനാട്ടിലും കുണത്തിൽ ഇങ്ങോട്ട് വരും. ഒരു റൂമില് ഒരു ടോർച്ചിന്റെ ലൈറ്റ് കൊണ്ട് ചിലപ്പോ എന്താവൂല, കുണം കിട്ടൂല, എല്ലാം കാണാൻ കഴിയൂല. എന്നാല് ആ ടോർച്ച് ആ ഗ്ലാസ് മക്ക് അടിച്ചാല് ആ ഗ്ലാസിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് കൊണ്ട് റൂം മുഴുവനാകുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരൊറ്റ സലാത്ത് ചൊല്ലിയാൽ 10 ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാ. അപ്പൊ നിങ്ങൾ പറയും അതൊക്കെ മൗലവി നിങ്ങൾ വയലു പറയേണ്ട സംഗതി ഒക്കെ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്താണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതുമാണല്ലേ നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷമാണല്ലോ ഇവിടുന്ന് മൗലൂദ് ഓതുന്നത്. അതുകൊണ്ട് വഫാത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിന് നിങ്ങൾ സമ്മതിച്ചാല് നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദുൽ അംബിയാ, നിശ്ചയം അല്ലാഹു തആല ഭൂമിക്ക് അമ്പിയാക്കന്മാരുടെ ശരീരം ഹറാമാക്കിയിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ ശരീരം ഭൂമിക്ക് അല്ലാഹു തആല ഹറാമാക്കി വെച്ചതെന്തിനാ? അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞ് വഫാത്തായതിന്റെ ശേഷം 2 കൊല്ലം 3 മാസം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ഭരണം നടത്തിയിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബറിനെ പോലത്തെ ഒരു വിശ്വാസിനെ കാണാൻ കഴിയൂലല്ലോ. നിങ്ങൾ നോക്ക്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് 2 കൊല്ലം കഴിഞ്ഞ് 3 മാസം ഭരണം നടത്തിയ ശേഷം സിദ്ദീഖുൽ അക്ബർ വഫാത്താകാൻ പോകുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ നിർദ്ദേശം, ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരവും കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ സമീപത്ത് എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ റസൂലുള്ളാഹിക്ക് സലാം പറയണം. സലാം പറഞ്ഞിട്ട് ഇത് അബൂബക്കറാണ്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളെ സമീപത്ത് മറമാടും, നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ സാധാരണ പൊതുജനങ്ങളെ മറമാടുന്ന സ്ഥലത്ത് ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി വെക്കോ. എന്താണ് നബിയെ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി വഫാത്തായി 2 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസയുമായിട്ട് സഹാബത്ത് വിളിച്ചു പറഞ്ഞത്. അപ്പം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഖബറിന്റെ ഉള്ളുന്നേ റൗള ശരീഫിന്റെ ഉള്ളുന്ന് പറയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് വലമ്മുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ പ്രിയപ്പെട്ടവനിലേക്ക് അടുപ്പിക്കുവീൻ, എന്നിലേക്ക് കൂട്ടിച്ചേർക്കുവീൻ. വഫാത്തായതിന്റെ ശേഷം ഗുണം കിട്ടുമോ? കിട്ടും. അപ്പം ചോദിച്ചു, ഖുർആനിലുണ്ടോ ചോദിച്ചു. ഇതെങ്ങനെ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതിന്റെ ശേഷം 2 കൊല്ലം കഴിഞ്ഞ വർത്താനം എങ്ങനെ ഖുർആനിലുണ്ടാവോ? അത് പിന്നെ കണ്ടോല് പറഞ്ഞത് കേൾക്കല്ലാതെ അതിന് പിന്നെ സനദ് ചോദിക്കാൻ പറ്റുമോ? അതിന് സനദ് ചോദിച്ചിട്ട് സനദുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസയായിട്ട് പോയി സഹാബത്ത് തന്നെയാണല്ലോ ഈ വിളിച്ചു പറഞ്ഞതും അവരാണല്ലോ അത് കേട്ടത്. ഇത് ഖുർആനിലുണ്ടാവൂല, ഇത് പിന്നെ ഹദീസിലുണ്ടാവൂല, ഇത്
ചരിത്രത്തിലുണ്ടാകും. നിങ്ങൾ നോക്ക്, അപ്പം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വഫാത്തായതിനെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ബഹുമാനപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് ഹജ്ജിന്റെ ഉംറക്ക് പോകുന്ന കാര്യങ്ങളുണ്ട്. ഹജ്ജിന് പോകണം, ഉംറക്കും പോകണം. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടുന്ന് കുറെ ആൾക്കാർ ഇപ്പൊ പോകുന്നുണ്ട്. ഇനി വളരെ പെട്ടെന്നൊക്കെ പോകാൻ ആവശ്യമുള്ളവർക്ക് നമ്മളെ മോനട്ടിയായിട്ട് ബന്ധപ്പെട്ടാൽ, ഇല്ലെങ്കിൽ ജിഹിലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ യാത്ര എന്നാണ്, ട്രാവൽസായിട്ട് ബന്ധപ്പെട്ടാൽ പോകാൻ കഴിയും. അള്ളാഹു തആല നമുക്കൊക്കെ അതിനുള്ള മാർഗ്ഗം എളുപ്പമാക്കി തീരുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ഹജ്ജിന് പോകുമ്പോ ഉംറക്ക് പോകുമ്പം അതിന്റെ കാര്യങ്ങൾ മാത്രം, സിയാറത്തിന്റെ കാര്യങ്ങൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹു തങ്ങൾ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, ഈലാഹ്. ആ ഈലാഹ് എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണാം ബഹുമാനപ്പെട്ട ഉത്തബി എന്നുണ്ട്. ആ ലബത്തില് അപ്പം അത്തബി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ റൗള, അത്തബി റളിയല്ലാഹു അൻഹു റൗള ശരീഫിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റൗള ശരീഫിൽ ഇങ്ങനെ കുത്തിരിക്കുക മൂപ്പര്. അപ്പൊ ഗ്രാമീണനായിരിക്കുന്ന ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ. ഇന്നല്ലാഹ യഖൂലു വലൗ അന്നഹും യളമു അൻഫുഹും ജാഊക വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് അല്ലാഹു തആല പറയുന്ന നബിയെ, വലൗ അന്നഹും യളമു അൻഫുഹും ജാഊക, സ്വന്തം ശരീരത്തോട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവർ, അക്രമം പ്രവർത്തിച്ചവര്, അവരുടെ പാപങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജാഊക, നിങ്ങളെ സമീപത്ത് വന്നാൽ, അങ്ങനെ അള്ളാഹുവിനോട് അവർ നിങ്ങളെ തവസ്സുലാക്കി പൊറുക്കലിനെ തേടിയാൽ, അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ, അള്ളാഹു തആല ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബിയെ ഞാനിതാ വന്നിരിക്കുന്നു നിങ്ങളുടെ സമീപത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മൗലിദ് പാരായണം നടത്തി. എവിടെ വെച്ച്? فطاب من طيبهم نلقاه والأكمام نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما ذلت القدم. ബഹുമാനപ്പെട്ട ഈ മൗലിദ് ഓതിയായിട്ട് മൂപ്പര് പോയപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ട് തങ്ങള് റളിയല്ലാഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇപ്പൊ ഇവിടെ വന്നാട്ട് വിശുദ്ധ ഖുർആൻ ഓതി ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് പൂർണ്ണമായി തൗബ ചെയ്ത് എന്നോട് ശഫാഅത്തിന് ആവശ്യപ്പെട്ടു കൊണ്ടുപോയ വ്യക്തിയോട് നിങ്ങൾ പറയണം, അദ്ദേഹത്തിന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹ് പൊറുത്തിട്ടുണ്ട്. അയാള് പറഞ്ഞത്, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖായി അലമഹു, ഈ ഖായി എന്ന പ്രദേശത്ത് മറമാടപ്പെട്ട നബിയേ, ശരീഫിന്റെ പഴയ പേരാണത്. ഈ സ്ഥലത്ത് മറമാടപ്പെട്ട നബിയേ, ഫതാബ മിൻ തീബിഹിൻ നൽഖാഹു അൽ അക്മൂ, നിങ്ങളുടെ ഭൗതിക ശരീരം ഇവിടെ വെച്ചതോടുകൂടി ഈ ഭൂമി ബറക്കത്തുള്ള ഭൂമിയായിട്ടുണ്ട്. നിങ്ങളുടെ ഭൗതിക ശരീരം ഇവിടെ വെച്ചപ്പോ തന്നെ ഈ ഭൂമിക്ക് നല്ല ബറക്കത്തുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫീഹിൽ അൻത നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, എന്റെ സ്വന്തം ശരീരം നിങ്ങൾക്ക് ദാനമാണ് നബിയേ, നിങ്ങളുടെ